എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഒത്തിരി ദുരനുഭവങ്ങൾ കിട്ടിയതിൽ നിന്നാണ് ഞാൻ പള്ളിയിൽ നിന്ന് തന്നെ മാറിയത്. കുമ്പസാരിക്കാൻ പോയി അച്ഛന്മാർ പോയി മുമ്പിൽ പോയി മുട്ട് കൊടുക്കുമ്പോൾ സാരി കൊടുത്താണെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ മുന്നേ കംപ്ലീറ്റ് മറിഞ്ഞു കിടക്കും സ്ത്രീകളുടെ. ഈ ചുരിദാർ ഇട്ടുകൊണ്ട് പോയാണ് ഈ പെണ്ണ് പിന്നെ ഈ ചുരിദാറിൻ്റെ ഇവിടെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണം. ഷോള് തലയിലിടും. പിന്നെ ഈ കുനിയുമ്പോൾ എന്താണ് ഇത് നമ്മുടെ ബ്രസ്റ്റിൻ്റെ ആ ഭാഗം കാണാം. അപ്പം അതിനുവേണ്ടി ഈ പെണ്ണ് ഈ ചുരിദാർ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അച്ഛൻ്റെ മുമ്പിൽ. കുരിശുന്തത്തികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൊന്നെങ്കിലും ഒരു പുണ്യാളിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചു വെക്കും, അല്ലെങ്കിൽ എവിടുന്നൊക്കെയോ വന്ന ഒരു മാതാവ്. മാതാവിൻ്റെ എണ്ണമൊന്നും അറിയത്തില്ല. ഒത്തിരി മാതാവുമാരുണ്ട് ഈ ലോകത്തിലിപ്പം. അമരോത്ഭവ മാതാവോ, പാറ മാതാവോ, കുബാസന മാതാവോ, അങ്ങനെ ഒത്തിരി മാതാവുകൾ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നീല നിറത്തിലുള്ള മാതാവുണ്ട്, വെള്ള നിറത്തിലുള്ള മാതാവുണ്ട്, കുപ്പായിട്ട മാതാവുണ്ട്. അങ്ങനെ പല മാതാക്കളെ ഇങ്ങനെ ഓരോ മൂലയിലും കുരിശും തൊട്ടിയിട്ട് അവിടെ കൊണ്ട് ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചത്. ഞാൻ കോട്ടയത്ത് നിന്ന് ബീന കുരുവിളയെന്ന് പറയും. ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. ഞാൻ ഇന്നൊരു ആണ്ട് കുമ്പസാരത്തിന്റെ ഒരു ഇത് കേട്ടായിരുന്നു. ഞാൻ ഒരിക്കലും അച്ഛന്മാർ മുമ്പിൽ കുമ്പസാരിക്കത്തില്ല. പിന്നെ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ഓശാന ഞായറാഴ്ചയൊക്കെ ഇവർ പള്ളികളിൽ ഇങ്ങനെ നടത്തുന്നുണ്ടോ? അതൊക്കെ നമ്മൾ പോകുന്നത് നല്ലതാണോ എന്ന് എനിക്കൊന്ന് അറിയാനായിട്ട് ചോദിച്ചു. അതുപോലെ പെസഹ വ്യാഴാഴ്ച കുർബാന അനുഭവിക്കുക. വെള്ളിയാഴ്ച ഒന്നും പിന്നെ പള്ളി പോകത്തില്ല, അതൊക്കെ ചുമ്മാ നാട്യാണ്. ഈ പെസഹ കുർബാന അനുഭവിക്കുന്നത് അത് ദൈവം പറഞ്ഞിട്ട് നടത്തിയ പെസഹായും ഇതും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ സുനിൽ സാറിനോട് ഈ ഓശാനയൊക്കെ നമ്മൾ ചെയ്യുന്നത് ശരിയോ തെറ്റോ? നമ്മുടെ അഭിപ്രായം എന്താ? ഇത് പോകുന്നുണ്ടെന്നുള്ള പറയുന്നത് എന്താ? ഞാൻ ഇത്രയും വർഷമായിട്ട് പോകത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നാളെ എന്റെ സിസ്റ്റേഴ്സ് എല്ലാം കൂടെ കമ്പനി ഇങ്ങനെ ചെയ്തുകൊണ്ട് ഓക്കെ ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ ഈ കാസറ്റോടൊക്കെ അച്ഛന്മാരുടെ മുമ്പിൽ പോയി കുമ്പസാരിക്കുന്ന ഇടപാടേ ഇല്ല എനിക്ക്. അപ്പൊ ഞാൻ റൈറ്റ് ആയിട്ട് ദൈവത്തോട് തന്നെ ഏറ്റു പറഞ്ഞ് എല്ലാം എന്താ അങ്ങനെയാണ് ഞാൻ. അച്ഛന്മാരുടെ മുന്നിൽ കുമ്പസാരിക്കാൻ പോകാത്ത എന്തെങ്കിലും ദുരനുഭവം ഉണ്ടോ? എന്തുകൊണ്ടാണ് പോകാത്തത്? എന്റെ അനുഭവത്തിൽ നിന്ന് ഇപ്പൊ ഞാനത് തുറന്നു പറഞ്ഞത്. കാരണം പല അച്ഛന്മാരുടെയും വായിൽ നിന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ചില കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് അതൊക്കെ അങ്ങ് നിർത്തി. നമ്മളൊരു ഫ്രണ്ടായിട്ട് കാണുന്ന അച്ഛന്മാരാണെങ്കിൽ പോലും അവര് നമ്മളിൽ ആഗ്രഹിക്കുന്ന വേറെ കാര്യങ്ങളാണ്. മനസ്സിലായോ? നല്ലൊരു അച്ഛനാണെങ്കിൽ നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് കാണുന്ന ഒരു അച്ഛന്മാരാണെങ്കിൽ പോലും നമ്മൾ അതുപോലെ ഇടപെട്ടാൽ അവർ നമ്മളെ വേറൊരു കണ്ണുകൊണ്ട് വന്നിട്ട് അവർ നമ്മളോട് അങ്ങനെയുള്ള ഒരു രീതിയിൽ കൂടെയാണ് അവർ സംസാരിക്കുന്നത്. കുമ്പസാരിക്കാതെ തന്നെ ചില അച്ഛന്മാരെ ഞാൻ വാച്ച് ചെയ്തതാണ്. ആ അച്ഛന്മാരിൽ നിന്ന് പറഞ്ഞു കേട്ട കാര്യം സുനിൽ സാറിനോട് പറഞ്ഞോളോട് മനസ്സിലായോ? അല്ലാതെ നമുക്കിപ്പോൾ അവരോടൊന്നും പേഴ്സണലായിട്ട് നമുക്കാർക്കും വൈരാഗ്യമൊന്നുമില്ല. പക്ഷെ അച്ഛന്മാരെല്ലാം എന്താണ് ഒരുത്തരും ശരിയല്ല. എല്ലാവരും ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ ഞാൻ ഇടപെട്ടതിലൊന്നും നല്ലതല്ല. അപ്പം ഞാനൊരു 10 വർഷമായി എൻ്റെ ഇടവകപ്പള്ളിയിൽ പോലും ഞാൻ കയറിയിട്ട്. എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ ഞാൻ സുനിൽ സാറിനോട് തുറന്നൊരു കാര്യം ചോദിക്കും. നമ്മൾ ഈ മരിച്ചാൽ എന്താ ചെയ്യും? മരിച്ചാൽ നമ്മളൊന്നും ചെയ്യാനില്ല. ബാക്കി നാട്ടുകാരോ വീട്ടുകാരോ നോക്കിക്കോളും. വെച്ചോണ്ടിരുന്നാൽ എത്ര നേരം വെച്ചോണ്ടിരിക്കും? അല്ല, അപ്പൊ അവര് പള്ളി കൊണ്ടേ കുഴിച്ചിടാൻ പറ്റത്തില്ലല്ലോ. പള്ളി തന്നെ കുഴിച്ചിടണമെന്ന് ആരാ പറയുന്നത്? പള്ളി കൊണ്ടെന്തിനാ കുഴിച്ചിടുന്നത്? വേണ്ട. അപ്പൊ നമ്മൾ ഏതാ പറഞ്ഞേ? പള്ളി കൊണ്ട് കുഴിച്ചിട്ടാൽ എന്ത് സംഭവിക്കും? പള്ളി കൊണ്ട് കുഴിച്ചിട്ടാൽ സ്വർഗത്തിൽ പോവോ? ഇല്ല, കത്തിച്ചു കളഞ്ഞേക്കണം. ജീവൻ വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനെ കുഴിച്ചിട്ടാൽ എന്ത്, കത്തിച്ചു കളഞ്ഞാൽ എന്ത്? ദൈവത്തോട് അടുത്ത് ജീവിക്കുന്ന വ്യക്തിക്ക്, ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവൻ വഴിയുടെ അരിയെ കുഴിച്ചിട്ടാലും അവൻ പുനരുത്ഥാനത്തിൽ ഉയർത്തി നിൽക്കും. ഇവർ ഈ കൂതാശിച്ചിട്ട് വിടാത്ത മൃതദേഹങ്ങളൊന്നും കർത്താവിന്റെ രണ്ടാമത്തെ വരവിൽ പുനരുജ്ജീവിപ്പിക്കത്തില്ലേ? ഒരിക്കലുമില്ല. സ്വർഗ്ഗരാജ്യം പ്രാപിക്കത്തില്ലേ? അല്ല വേറെ ഇവരിങ്ങനെ സർട്ടിഫൈ ചെയ്ത് വിടുന്ന ആളുകൾ മാത്രമേ സ്വർഗത്തിലേക്ക് പോകത്തുള്ളൂ? ബാക്കി ലോകത്തുള്ള ആരും പോകൂലേ? ചുമ്മാ തട്ടിപ്പല്ലേ. വെറും തട്ടിപ്പാന്ന് പറഞ്ഞാൽ തട്ടിപ്പെന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ് എല്ലാം. ഞാൻ എൻ്റെ ഇടവക പള്ളിയിൽ പോയിട്ട് 10 വർഷത്തോളം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നടക്കുന്ന മുഴുവൻ ഭയങ്കര ഇതാണ്. എൻ്റെ പള്ളിയിൽ നിന്നുള്ള അനുഭവത്തിൽ നിന്ന് തന്നെയാണ് ഞാൻ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ മാറിപ്പോയത്. കാരണം ഞാൻ പള്ളിയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു. VBS പഠിപ്പിക്കുക, OVBS പഠിപ്പിക്കുകയും സൺഡേ സ്കൂൾ അധ്യാപിക്കുക, അങ്ങനെ എല്ലാം ചെയ്തു. അപ്പം നമ്മൾ അവിടെ നമ്മുടെ കൂട്ടുകാരായിട്ട് കാണുന്ന ബോയ്സിനോടാണെങ്കിലും ചെറുപ്പകാലത്തിലൂടെ അത് നമുക്ക് ഇടപെടുന്നത് കാണുമ്പം വേറെ ആൾക്കാർ വേറെ കണ്ണുകൊണ്ട് വന്നിട്ട് ആ പള്ളിയിലുള്ളവർ തന്നെ നമുക്കിട്ട് ഭാരം വെക്കും. എന്നിട്ട് അത് അച്ഛന്മാരുടെ മുമ്പിൽ ചെല്ലും. പിന്നെ അച്ഛന്മാർ വേറെ തരത്തില്ല. ഇതൊക്കെ കണ്ടും മടുത്തിട്ട് ഞാൻ പിന്നെ പള്ളിയിനെ വിട്ടുപോകുന്നു. എനിക്കിഷ്ടമേ അല്ല, പള്ളിയിലെ കയറുന്നതേ ഇഷ്ടമല്ല. അതുമല്ല, ബൈബിൾ അനുസരിച്ച് പള്ളി എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല. അതായത് ലേവ്യ പൗരോഹിത്യം അവസാനിച്ചു കഴിഞ്ഞു. കർത്താവിന്റെ കുരിശുമരണത്തോടുകൂടി പൗരോഹിത്യം എന്ന് പറയുന്നത് നമ്മളെല്ലാം ദൈവത്തിന്റെ പുരോഹിതന്മാരും വിശുദ്ധ ജനവുമാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. നമ്മളെല്ലാം രാജകീയ പുരോഹിത വർഗവും
വിശുദ്ധ ജനവുമാണെന്നോ. ഇതെല്ലാം എന്തിനു വേണ്ടിയാ ഇതെല്ലാം എന്തിനു വേണ്ടിയാ നടത്തുന്നത്? അല്ല, ഇത്രയും വർഷം ഞാൻ പോകത്തില്ലായിരുന്നു. അപ്പൊ നാളെ എന്റെ സിസ്റ്റേഴ്സ് എല്ലാം നീ ഇങ്ങനെയാണ് വീട്ടിൽ ചെയ്ത് എങ്ങനെയാണ് എന്റെ ഇങ്ങനെ കമ്പൽ ചെയ്യുന്നത് കൊണ്ട് ഞാൻ നാളെ ഇങ്ങനെ പോകണമെന്ന് ഇങ്ങനെ തീരുമാനിച്ചിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ ഈ റെക്കോർഡ് ചെയ്തത് ഇപ്പൊ ഞാൻ കേട്ടു. അപ്പം കുമ്പസാരിയില്ല എനിക്ക്. അപ്പൊക്കെ സ്വീകരിച്ചിട്ട് 10-15 വർഷമായി. അപ്പൊ ഞാനിങ്ങനെ ചിന്തിക്കുവാണ്, അയ്യോ അപ്പൊ നീ ഓശാന ഞായറാഴ്ചയൊക്കെ എന്തിനുണ്ട്? ഈ ഓശാന ഞായറാഴ്ചയൊക്കെ എന്നാ ഉണ്ടായിരുന്നു? ആർക്കറിയാം ഓശാന ഞായറാഴ്ചയാണോ നാളെ എന്ന്? ഒക്കെ കറക്റ്റായിട്ട് ആർക്കെങ്കിലും അറിയാവോ? ചുമ്മാ ഇതൊരു പാരമ്പര്യമായിട്ട് പോരുന്നതല്ലേ? അല്ല, സത്യം പറഞ്ഞാൽ പെസഹ വ്യാഴം എന്ന് പറയുന്നത് യഹൂദന്മാരുടെ ഇടയിൽ നീസാൻ മാസം 14-ാം തീയതി അവർ ഈ പെസഹ ആചരിക്കുന്നത്. അതാണ് നമ്മുടെ സഭയൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല, അതുപോലെ അവർ പുളിപ്പില്ലാത്ത അപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാവരും പെസഹായ്ക്ക് പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കുന്നത്. അങ്ങനെ ഒത്തിരി വ്യത്യാസങ്ങൾ ബൈബിൾ അടിസ്ഥാനത്തിൽ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കാം. കർത്താവ് പോലും പെസഹ ആചരിച്ചത് പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായിരുന്നു. ഇന്ന് കാണിക്കുന്ന എല്ലാവരും എന്നാ പുളിപ്പുള്ള അപ്പം ഉണ്ടാക്കി വെച്ചിട്ട് അപ്പ എന്ന് പറഞ്ഞിട്ട് എല്ലായിടത്തും കൊണ്ട് വിതരണം ചെയ്യുക. അപ്പൊ കറക്റ്റായിട്ട് ആ മനുഷ്യൻ പറയുന്നത് ശരിയാണ്. ഈ അച്ഛൻ ഏറ്റവും അവസാനം ഇങ്ങനെ പുറകോട്ട് തിരിഞ്ഞു എന്നുള്ളത് ബലഹീനും പാവിയുമായ ദാസനാണ്, നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും എന്നോട് കൂടി ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം. ബുദ്ധിയുള്ള ഏത് കഴുതയ്ക്കും, ഒരു കഴുതയ്ക്ക് പോലും മനസ്സിലാക്കാം, ശരിയാണ് ഇവന്റെ കയ്യിൽ നിന്നാണല്ലോ ഞാൻ ഈ അപ്പം മേടിച്ച് തിന്നുന്നു. സത്യമായിട്ടുള്ള കാര്യമാണ്, അത് കറക്റ്റായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ബലഹീനനും പാവിയുമായ ദാസനാണെങ്കിൽ ഗോവിന്ദച്ചാമിയുടെ ആണെങ്കിലും മേടിച്ചു കഴിച്ചാൽ പോരെ? അതെ, അല്ലെ ഈ മദ്യം കഴിക്കുന്നതിന്റെ കയ്യിൽ നിന്ന് ഒരു അപ്പം മേടിച്ച് തിന്നാ പോരെ? സത്യമായിട്ടുള്ള കാര്യമല്ലേ? കറക്റ്റായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനിപ്പോ നാളെ ഓശാന ഞായറാഴ്ച, പക്ഷെ ഇതൊന്നും നല്ലതല്ല. ഈ ഓശാന ഞായറാഴ്ച ഒന്നും ഇല്ല, ചുമ്മാ മനുഷ്യൻ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് യാഥാർത്ഥ്യത്തിൽ. ഞാൻ ഓരോ ഓശാനയ്ക്ക് 15 വർഷമായി ഞാൻ പള്ളി കയറിട്ടെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലൊന്നും ഞാൻ ഓശാനയുടെ ഇലകളോ അങ്ങനെയുള്ള ഒന്നും കൊണ്ടുവയ്ക്കത്തില്ല. നമ്മൾ ജസ്റ്റ് ഉള്ളി രാത്രി കണ്ണുനീരോടെ കർത്താവിന്റെ മുമ്പിൽ സന്നിധിയിൽ മുട്ടുകുത്തും, നമ്മൾ പ്രാർത്ഥിക്കും, നമ്മൾ ദൈവസന്നിധിയിൽ കരയും. നമ്മളൊരു വൈദികന്റെ മുമ്പിൽ പോയി ഈ പാവെല്ലാം ഒഴിച്ചിട്ട് കരഞ്ഞിട്ട് അവൻ എന്നെ എടുക്കാനാ? അവനത് കണ്ട് സന്തോഷിക്കും. പുള്ളി നമ്മുടെ ആ സങ്കടം എല്ലാം കൂടെ കേട്ടിട്ട് ആ സങ്കടം വെച്ച് നമ്മളെ ചൂഷണം ചെയ്യും. അതേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കത്തില്ല അവിടെ. അല്ല, ഈ ഓർത്തഡോക്സ് സഭയിൽ തന്നെ അത്തരത്തിലുള്ള കുമ്പസാര പീഡകന്മാര് സംഭവം നടന്നതല്ലേ? അതെ, 4-5 പിടിച്ചല്ലേ കുമ്പസാര രഹസ്യം. ഇവന്മാര് ചെവിയും കുറിപ്പിച്ച് ഈ കുമ്പസാരം കേട്ടിട്ട് എന്തെടുക്കാണ് ഇവന്മാര്? ചോദിക്കട്ടെ സുനിൽ സാർ, ഈ കുമ്പസാരിക്കാൻ പോയി അച്ഛന്മാർ പോയി മുമ്പിൽ പോയി മുട്ടു കൊടുക്കുമ്പോൾ ഒരു ചുരിദാറിട്ട ഒരു പെണ്ണാണെങ്കിൽ, സാരി ഉടുത്താണെങ്കിൽ പിന്നെ എങ്ങനെ അവിടെ മുന്നേ കംപ്ലീറ്റ് മറിഞ്ഞു കിടക്കും സ്ത്രീകളുടെ. ഈ ചുരിദാർ ഇട്ടുകൊണ്ട് പോയാണ് ഈ പെണ്ണ് പിന്നെ ഈ ചുരിദാറിന്റെ ഇവിടെ ഇങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ടിരിക്കണം. ഷോള് തലയിലിടും, പിന്നെ ഈ കുനിയുമ്പോ എന്താണ് ഇത് നമ്മുടെ ബ്രസ്റ്റിന്റെ ആ ഭാഗം കാണാം. അപ്പൊ അതിനുവേണ്ടി ഈ പെണ്ണ് ഈ ചുരിദാർ മുകളിലോട്ട് ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കണം അച്ഛന്റെ മുമ്പിൽ. എന്തൊരു വിഷമം. ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള ഒരു കാര്യം. ഇവന്മാര് പാപം കേൾക്കുകയും പാപം കാണുകയും ചെയ്യാമല്ലോ. തീർച്ചയായിട്ടും സുനിൽ സാർ, ഇതെല്ലാം ഒരു പൈസ പിടുങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപാട്. അതുപോലെ ഞാൻ ഈ എൻ്റെ ഇടവകയിലാണെങ്കിലും കുടിശ്ശിക അല്ല പിരിവ് കൊടുത്തോണ്ട് ഈ മാസവരി എന്ന് പറയുന്ന മാത്രം കൊടുക്കും. 150 രൂപ എനിക്ക് വന്നിരിക്കുന്നത് മാസവരി മാത്രം. ഞാനും പിന്നെ എൻ്റെ പള്ളിയിലെ വികാരിയോട് തുറന്നു പറഞ്ഞു, ഞാൻ വേറെ ഒരു പെരുന്നാൾ പിരിവോ പരിമില തിരുമേനയുടെ പെരുന്നാളിൻ്റെ പിരിവോ ഗീവർഗീസ് സഹോദരയുടെ പെരുന്നാളിൻ്റെ ഇതൊന്നും ഞാൻ തരത്തില്ല. പള്ളി വെടിപൊട്ടിക്കാനും ഞാൻ അങ്ങനെയുള്ള പൈസകളൊന്നും തരത്തില്ല. ഉള്ളി മാസവരി വേണേൽ മാത്രം തരാം. പള്ളിയിലെ ഒരു അംഗമാണെന്നുള്ളതിന് വേണേൽ ഒരു മാസവരി മാത്രം തരാം, വേറെ ഒന്നും ഞാൻ തരത്തില്ലെന്ന്. അതൊക്കെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നെന്ന് അവർ ചോദിച്ചു. കുമ്പസാരിക്കാൻ അച്ഛൻ്റെ മുമ്പിൽ പോകുന്നവരും മുട്ടുകുത്തുമ്പോൾ ശ്രദ്ധിക്കാന്നുള്ള ചാനൽ ഇങ്ങനെ കേട്ടോണ്ട് സുനിൽ സാറിനെ ഒന്ന് വിളിച്ചതാണ്. അപ്പൊ ഇതിനൊന്നും ഒരു സഹോദരിക്ക് എന്താ പറയാനുള്ളത്? ഓർത്തഡോക്സ് സഭാംഗമാണോ? അതെ അതെ അതെ, ഓർത്തഡോക്സാ. എന്താ ഈ പോകുന്ന വിശ്വാസികളോട് നമ്മുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ കുമ്പസാരത്തെ കുറിച്ച് പറയാനുള്ളത് എന്തുവാ? എന്തെങ്കിലും കുമ്പസാരം കൊണ്ട് എന്തെങ്കിലും ഒരു പോസിറ്റീവ് അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ പള്ളിയിൽ പോയിട്ട് അവിടെ നിന്ന് നമുക്ക് ഒത്തിരി ദുരനുഭവങ്ങൾ കിട്ടിയതിൽ നിന്നാണ് ഞാൻ പള്ളിയിൽ നിന്ന് തന്നെ മാറിയത്. ദുരനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ദുരനുഭവം എന്ന് പറഞ്ഞാൽ പള്ളിയിലെല്ലാം വലിയവർക്ക് സ്ഥാനവും പണമുള്ളവർക്ക് സ്ഥാനം കൊടുക്കുക, അതുപോലെ കമ്മിറ്റിയിലുള്ള ആൾക്കാർ വലിയവരായിരിക്കുക. ഇവന്മാരെല്ലാം എന്ത് പോക്കൃത്തരം ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല. ബലമില്ലാത്തവർ വരുമ്പോഴത്തേക്കും, അതും ബലമില്ലാത്തവർ പറഞ്ഞ് ചോദിക്കാനും പറയാനും ആരും ഇല്ലാത്തവർ വരുമ്പോൾ അച്ഛന്മാരും അങ്ങനെ. എന്നാൽ സത്യം പറഞ്ഞാൽ ഈ അച്ഛന്മാരെന്ന് പറയുന്ന കാര്യം ഇപ്പം ഒരു നമ്മുടെ സഭയിൽ ഒരു പ്രശ്നം ഉണ്ടായി. അത് ആ പ്രശ്നം ഉണ്ടായാലും അത് രണ്ട് കൂട്ടരുടെയും കേൾക്കാൻ തയ്യാറാകണം. ഇത് കേൾക്കാൻ തയ്യാറാകാത്ത അച്ഛന്മാരാണ്.
അവര് ഒരാൾ പറയുന്നത് കാശ് കൂടുമെന്നുള്ളവനാണ് അവൻ പറയുന്നത് കേൾക്കും. അച്ഛന്റെ കയ്യിലോട്ട് 10,000, 2,000, 4,000 ഇട്ട് കൊടുക്കുന്നവനാണെങ്കിൽ അച്ഛൻ അവന്റെ വാക്കേ കേൾക്കത്തുള്ളൂ. പാവങ്ങളുടെ വാക്കൊന്നും അച്ഛന്മാര് കേൾക്കത്തില്ല. സത്യമായിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്, റിയൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. വലിയവരുടെ മുമ്പിലേക്ക് പോകും അച്ഛന്മാര്, പാവങ്ങളെ ഒന്നും പള്ളിയിലൊന്നും ആർക്കും വേണ്ട. പകുതി പെണ്ണുങ്ങളും പള്ളിയിൽ ചെല്ലുന്ന പണ്ടത്തെ കാലം ഞാൻ ഉൾപ്പെടെയുള്ളവർ ഷൈൻ ചെയ്യാൻ വേണ്ടി പോകുന്നു പള്ളിയിൽ. അവനവന്റെ ഡ്രസ്സുകൾ ഒത്തിരി ഇട്ടുകൊണ്ട് വരുന്നത് കാണിക്കാനും, എന്റെ അനുഭവത്തിൽ പോലും ഞാൻ അങ്ങനെയാ പറഞ്ഞത്. അവനോട് നല്ല നല്ല ചുരിദാറുകൾ കാണിക്കാൻ, ഇതൊക്കെ വേണ്ടി ആക്ച്വലി എല്ലാവരും പള്ളിയിലൊക്കെ പോകുന്നത്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പേരും അങ്ങനെയൊക്കെ തന്നെയാണ്. കാരണം ഒന്നും വിളങ്ങാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അല്ലാതെ ആർക്കും ഒരു ഭക്തി എന്ന് പറയുന്ന സാധനം ഒന്നും ഇല്ല. അത്യാവശ്യം കൊതിയും നുണയും കൂടെ അതിനിടെ കൂടെ പറയാനുള്ള സമയം കിട്ടത്തില്ലേ? ആ, തീർച്ചയായിട്ടും. ഗുണമുണ്ട്. ഈ പള്ളിയിലൊക്കെ പോയി ഒരു 5 പൈസ ഇടരുത്. നേർച്ച എന്ന് പറഞ്ഞ സാധനം ഇടരുത്. ദൈവത്തിന് എന്തിനാ പൈസ വേണ്ട? ആ 10 രൂപ ഞാൻ വിശ്വസിക്കുന്ന, എന്റെ വിശ്വാസം എന്താണെന്ന് ചോദിച്ചാല്, ഇപ്പൊ നമ്മള് നമ്മള് പള്ളിയിൽ പോയിരുന്ന ആ 20 രൂപ അല്ലെ ഒരു 50 രൂപ ആ വഴിയെ പോകുന്ന ഒരു ആൾക്കൊരു നേരത്തെ ഇല്ലാത്തവന് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ച 50 രൂപയ്ക്ക് കൊടുത്താൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ. അല്ല, ഒരു പാവപ്പെട്ട കുഞ്ഞിനെ പഠിപ്പിക്കാനായിട്ട് ചിലപ്പം ഇല്ലാത്ത അവസ്ഥയാണെങ്കിൽ ആ കുഞ്ഞിന് ഒരു 50 രൂപ 10 പ്രാവശ്യം കളക്ട് ചെയ്ത് കൊടുത്താൽ 500 രൂപയാവും. അതിനാശ്വാസമല്ലേ? ഇതൊക്കെ ഇവന്മാര് കൊണ്ടുപോയി വലിയ വലിയ കൊട്ടാരങ്ങളിൽ പോയിരുന്നിട്ട് മെത്രാച്ചന്മാരും അവരെല്ലാം വലിയ വലിയ ഇതിനകത്ത് പോയിരുന്ന് ആർത്തട്ടഹസിച്ച് അവര് കരിമീനും പൊള്ളിച്ചതും മറ്റതും ഒക്കെ തിന്ന് കുടിച്ച് ആസ്വദിച്ച് അവര് എല്ലാം തട്ടിപ്പാറ്. ഞാനിതെല്ലാം കണ്ടതിന് ഒത്തിരി മടുത്തു. ഞാൻ റിയലി നമ്മൾ രാത്രിയിൽ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുക. കാരണം നമ്മൾ ദൈവത്തെ അറിയുക. ഫസ്റ്റ് നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം ആരാണെന്ന് നമ്മൾ തിരിച്ചറിയുക. ദൈവം പണത്തിന് വേണ്ടി ഇരിക്കുന്ന ഒരു വ്യക്തി അല്ല. ദൈവം ഈ പള്ളിയില് ഞായറാഴ്ച തുറക്കുന്ന ഈ നാടകശാലയില് അനുഗ്രഹം കൊടുക്കാൻ വേണ്ടി ഇരിക്കുന്ന വ്യക്തിയാണോ? അല്ല. വലിയ തുട്ടുകൾ വലിയ നോട്ടുകൾ ഇടുന്ന ആൾക്ക് അനുഗ്രഹം ചുരേണ്ടിയിരുന്ന ആളാണോ? അല്ല. പുരോഹിതന്റെ ചവിട്ടുനാടകം കണ്ട് പ്രസാദിക്കുന്നവനാണോ ദൈവം? അല്ല. ദൈവം നമുക്ക് തന്നിരിക്കുന്നതെല്ലാം ദൈവത്തിന്റെ ദാനങ്ങൾ മാത്രമാണ്. ദൈവം നമുക്കിപ്പം, കാരണം നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയാണ്. ആ ഓരോ പൈസ തൊട്ടിനും വിലയുണ്ട് എന്ന് മാത്രമല്ല, നമ്മളത് കൈകാര്യം ചെയ്യുന്നത് തന്നെയും അർഹതപ്പെട്ടവരുടെ കൈകളിൽ അത് എത്തിച്ചേരുക. അങ്ങനെയുള്ള അധ്വാനിച്ചുണ്ടാക്കുന്ന പണം ഇങ്ങനെയുള്ള ശാലകളിൽ കൊണ്ട് ഇടുന്നത് ഉചിതമാണോ? ഒരിക്കലുമല്ല. ദൈവത്തിന് വിശ്വാസിയുടെ പിച്ചക്കാശ് വേണോ? വേണ്ട. ആരാ ഈ കാശ് തിന്നുന്നത്? ഇല്ല. ദൈവത്തിന് ഇപ്പം പുള്ളിക്കാരൻ അനന്യാസ് സബീർ, കാരണം അന്നത്തെ കാലത്ത് ശിഷ്യന്മാരുടെ കാലത്ത് എന്ന് പറഞ്ഞാൽ അവരെല്ലാം ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കുകയും അവര് അധ്വാനിച്ച് പൗലോസ് എന്നെ എന്താ പറയുന്നേ, എനിക്കും എന്റെ സഹപ്രവർത്തകർക്കും വേണ്ടി അധ്വാനിച്ചതിന് ശേഷമാണ് ദൈവത്തിന് വേണ്ടി വേല ചെയ്യുന്നത്. ഇതാണ് ഇന്നത്തെ മെത്രാച്ചന്മാർ ചെയ്യുന്നത്. എങ്കിലും ഒരച്ഛന് ഒരു രോഗിയായി കിടക്കുന്ന ഒരു വ്യക്തിയെ സുഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. കറക്റ്റാണ് ആ പുള്ളിക്കാരൻ സംസാരിച്ചത്. ഏതെങ്കിലും ഒരു അച്ഛൻ ചെയ്യും എന്നറിയാമോ? ICU കിടക്കുന്ന ആൾക്ക് കൊണ്ട് അന്ത്യ കൂതാശ കൊടുത്തേക്കും. കാരണം അവരുടെ തല പോകാറായി, അവനത് കൊടുത്തങ്ങ് അതാണ് അന്ത്യ കൂതാശ കൊടുത്തങ്ങ് വിടും. കാരണം അവന്റെ തല പോകാറായി. അവന് വേണ്ടി അവനെ ഇടയ്ക്കിടയ്ക്ക് പോയി പള്ളി രോഗക്കിടക്കയിൽ പോയി കാണുക, അവന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. ഏതച്ഛനാ ചെയ്യുന്നത്? ഏതച്ഛനമാരാ ചെയ്യുന്നത്? ഇതൊക്കെയാണ് ഇന്ന് എല്ലായിടത്തും നടക്കുന്നത്. ഞാൻ ഇത്രയും വർഷമായില്ലോ പള്ളി പോകാതെ. ഒരച്ഛനും എന്നെ തേടി ഇവിടെ വന്നിട്ടില്ല. ഒരച്ഛൻ മതി. എന്താ പള്ളി വരാത്തെ, എന്താ കാരണം ഇന്നൊന്നും ഒരച്ഛനും തിരക്കിയിട്ടില്ല. അപ്പൊ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അത് അച്ഛൻ വിശ്വസിച്ചിരിക്കുന്ന മനസ്സിലായി. എന്നാ ആക്ച്വലി എന്താ സംഭവിച്ചു? ഒരച്ഛനും തിരക്കത്തൊന്നുമില്ല. ഒരച്ഛനോട് ഞാൻ തുറന്നു അച്ഛനോട് ചോദിച്ചു, അച്ഛ ഒരു പള്ളിയിലെ ഒരു അച്ഛൻ ഇരിക്കുമ്പോൾ എത്രയും വർഷമായി ഒരു ഇടവാങ്ങ പള്ളി വരാതിരിക്കുമ്പോ ആ പള്ളി അന്ന് എന്താ വരാതിരിക്കുന്നേ? അല്ല, അവിടെ ഒന്ന് പോയി അവരെ നമുക്ക് കാണാതെ പോയ കുഞ്ഞാടിനെ തേടി പോകുന്ന ഇടേന്റെ കഥയൊക്കെ ബൈബിളിലല്ലേ? ഇവിടെ അതിനുള്ള സമയമുണ്ടോ? ഇവിടെ ചില നേട്ടമുള്ളതിനെയൊക്കെ പോയി നോക്കുന്നുള്ളതല്ലാതെ അതേസമയം ഇച്ചിരി കാശൊക്കെ കൊടുക്കുന്ന ആളെ കൊടുത്തു നോക്കിയേ, വീട്ടിൽ തപ്പി വരുമോന്ന്. ഒരു ദിവസം ഒരു അച്ഛൻ പറയുകയാണ്, അച്ഛൻ വലിയ ഇതൊക്കെ നടത്തുന്ന ആളാ, വലിയ ഇതൊക്കെ കൗൺസിലിങ്ങും അങ്ങനെയുള്ളതൊക്കെ നടത്തുന്ന ആളാ. പറയുവാണ്, ഇപ്പൊ പള്ളിയിലൊക്കെ പോകണ്ടെന്നാ
അപ്പൊ കല്യാണം നടത്തുന്നു, മാമോദിസ നടത്തുന്നില്ല. അപ്പൊ ഇതെല്ലാം നടത്തുമ്പോൾ അവർക്ക് പൈസ കിട്ടണം. എന്താ ഞങ്ങൾക്ക് ജീവിക്കണ്ടേന്ന്. ജീവിക്കാൻ ഇവർക്ക് മാസം വരുമാനം, ഇതൊക്കെ വൈറ്റിപ്പഴപ്പല്ലേന്ന്, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ. അപ്പൊ ജീവിക്കേണ്ടതിന് വേണ്ടിയാണ് ഇവരിതെല്ലാം ചെയ്യുന്നത്. അല്ലാതെ ആക്ച്വലി അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല. അവർക്ക് ജീവിതത്തിന് പണം കൂട്ടണം, അത്രേ ഉള്ളൂ ആഗ്രഹം. ഞാൻ സത്യം ഇപ്പൊ സുനിൽ സാറിനോട് ഞാൻ നാളെ ഓശാന ഞായറാഴ്ച, പിന്നെ ഇത്ര വർഷം പോകാതിരുന്നത് ഞാനാണ്. നാളെ ഇതിന് ഇങ്ങനെ ഒന്ന് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ ഇപ്പൊ എന്റെ ആശ നശിച്ചു പോയി, ഞാൻ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു. ദൈവം എനിക്ക് ചോദിച്ചാൽ ഇത്രയും വർഷം നീ അതൊക്കെ ചെയ്യാതിരുന്നു, ആ പാരമ്പര്യം ചെയ്യാതിരുന്നു, നീ ഇപ്പം വീണ്ടും അതിലേക്ക് എന്തിനു പോകുന്നു എന്നുള്ളൊരു ചിന്ത എന്നിട്ട് ഇപ്പൊ വന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതൊക്കെ വെറും തട്ടിപ്പാണ്, ചുമ്മാ മഞ്ഞിൽ കാണിക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ച കാണിക്കുന്ന കാര്യം, ദുഃഖ വെള്ളിയാഴ്ച ഇല്ലാത്ത ജനം മുഴുവനോട് ഇടിച്ചു കയറി പള്ളിയിലോട്ട് ചെന്നിട്ട് ഒരു കുരിശ് വെച്ചുകൊണ്ട് ആ കുരിശിനെ കുമ്പിട്ട് ആ കുരിശ് കൊണ്ട് പള്ളിയുടെ പുറകെ കൊണ്ട് കുഴിച്ചിട്ട്, ഇതൊക്കെ എന്തോ ഈ കാണിക്കുന്നതൊക്കെ എന്തോ കാണിക്കുന്നു, എനിക്ക് പോലും അറിയത്തില്ല. അതോ ബൈബിൾ പറയുന്നെന്താ? പരിശുദ്ധൻ എന്ന് പറയുന്നത് ഒരാൾ മാത്രമേ ഉള്ളൂ, യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. പിതാവെന്ന് വിളിക്കാൻ യോഗ്യൻ ആരേ ഉള്ളൂ? യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഈ തിരുമേനിമാരെയൊക്കെ എന്നത്തിന് ഈ പിതാവേന്നും അവരുടെ കൈയൊക്കെ പോയി എന്നത്തിന് ഈ മുത്തുനിന്ന് പിതാവേന്ന് വിളിക്കുക. പിതാവെന്ന് വിളിക്കാൻ ഒരാളെ അർഹം, മത്തായിയുടെ സുവിശേഷത്തിൽ ഒരാളെ ഉള്ള അർഹൻ യേശു. റബീന്ന് വിളിക്കാൻ ഒരാളെ അർഹനുള്ളൂ യേശു. ഗുരു എന്ന് വിളിക്കാൻ ഒരാളെ, ഗുരു എന്ന് വിളിക്കാൻ ഒരാളെ അവകാശി കർത്താവായ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലെ? സ്വർഗത്തിനും ഭൂമിക്കും ഇടയിലുള്ള മധ്യസ്ഥൻ യേശുക്രിസ്തു മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നതിന് ഒരു മറുപടി പറഞ്ഞാൽ മതി. എന്തിനാ ഈ മുക്കിനും മൂലയിലും എല്ലാം ഇങ്ങനെ കുരിശും തൊട്ടികൾ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്തൊന്നെങ്കിലും ഒരു പുണ്യാളിനെ കൊണ്ട് പ്രതിഷ്ഠിച്ചു വെക്കും, അല്ലെങ്കിൽ എവിടുന്നൊക്കെയോ വന്ന ഒരു മാതാവ്. മാതാവിന്റെ എണ്ണമൊന്നും അറിയത്തില്ല. ഒത്തിരി മാതാവുമാരുണ്ട് ഈ ലോകത്തിൽ. ഇപ്പം അമരോത്ഭവ മാതാവോ, പാറാ മാതാവോ, കുബാസന മാതാവോ, അങ്ങനെ ഒത്തിരി മാതാവുകൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നീല നിറത്തിലുള്ള മാതാവുണ്ട്, വെള്ള നിറത്തിലുള്ള മാതാവുണ്ട്, കുപ്പായിട്ട മാതാവുണ്ട്. അങ്ങനെ പല മാതാക്കളെ ഇങ്ങനെ ഓരോ മൂലയിലും കുരിശും തൊട്ടിയിട്ട് അവരെ കൊണ്ട് ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചത്. പാവം ജനങ്ങൾ അതിന്റെ മുമ്പിൽ പോയി ഇങ്ങോട്ട് പോവാ. അതിന് കണ്ണ് കാണാം, കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, ചെവി ഉണ്ടെങ്കിലും കേൾക്കുന്നില്ല, മൂക്കുണ്ടെങ്കിലും. പക്ഷെ നേർച്ചപ്പെട്ടിലേക്ക് ഇടുന്ന പൈസ പോവും. പൈസ പോകുന്നുണ്ട്. ഭണ്ണാരത്തിൽ നിന്ന് അവരുടെ പള്ളിയിലേക്ക് ചെല്ലുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ബൈബിള് വായിക്കുമ്പോൾ നമുക്ക് സത്യമായിട്ട് മനസ്സിലാക്കും. ഇതിനൊന്നും ഗ്രഹിക്കാനുള്ള കഴിവ് പോലുമില്ല. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.